ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയുമായും രോഹിത് ശർമ്മയുമായുള്ള തന്റെ പ്രൊഫഷണൽ ബന്ധത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ. 2027 ലോകകപ്പിൽ ഈ താരജോഡികൾ കളിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ABP ഇന്ത്യ 2047 ഉച്ചകോടിയിൽ അദ്ദേഹം വാചാലനായി. 2011 ലോകകപ്പ് ജേതാവ് കൂടിയായ ഗൗതം ഗംഭീർ വിരമിക്കുന്നതിന് മുമ്പ് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും സഹതാരമായിരുന്നു. ഹെഡ് കോച്ച് എന്ന നിലയിൽ ഇരുവരെയും ഡ്രസ്സിംഗ് റൂമിൽ കൈകാര്യം ചെയ്യാൻ ഗംഭീർ ബുദ്ധിമുട്ടുകയാണെന്ന കിംവദന്തികൾ നേരത്തെ ശക്തമായിരുന്നു. ഇന്ത്യൻ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന്റെ തുടക്കം നിരാശാജനകമായിരുന്നു. ടെസ്റ്റ് മത്സരങ്ങളിൽ സ്വന്തം നാട്ടിൽ ന്യൂസിലൻഡിനോട് 3-0 ചരിത്രപരമായ തോൽവി വഴങ്ങിയതിനു പിന്നാലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 3-1 കനത്ത തോൽവി വഴങ്ങിയതും ഗംഭീറിനെയും താരങ്ങളെയും വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ടെസ്റ്റ് മാച്ചിൽ ക്യാപ്റ്റൻ രോഹിത് കളിക്കാതെ മാറി നിൽക്കുന്ന അസാധാരണ സാഹചര്യവും ഉണ്ടായി. രോഹിത്തും വിരാടും ടെസ്റ്റ് കരിയറിലെ ഏറ്റവും ദുഷ്കരമായ ഘട്ടത്തിലൂടെയാണ് അന്ന് കടന്നുപോയത്. ഡ്രസ്സിംഗ് റൂമിൽ 2 സൂപ്പർ താരങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരുന്നു എന്ന നിഗമനങ്ങൾ നിഷേധിച്ച ഗംഭീർ സ്റ്റാർ ജോഡിയെ പരിശീലിക്കാൻ കഴിഞ്ഞത് ബഹുമതിയാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനിടെ പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം നിരവധി തവണ ഉയർന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാജ്യത്തിനായി വിജയം നേടുക എന്നതാണ് ഡ്രസ്സിംഗ് റൂമിലുള്ള എല്ലാവരുടെയും ലക്ഷ്യം. വിജയത്തിനോട് അഭിനിവേശമുള്ള താരങ്ങൾ ഉള്ളിടത്തോളം കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ശക്തമായി തുടരുമെന്നും ഗംഭീർ പറയുന്നുണ്ട്. രോഹിത്തും കോഹ്ലിയും T20യിൽ നിന്ന് വിരമിച്ചതിനാൽ ഇനി ഏകദിന ലോകകപ്പ് മാത്രമാണ് കളിക്കാനാവുക. ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നീ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന 2027 ഏകദിന ലോകകപ്പിൽ താരജോഡികൾ ഉണ്ടാകുമോ എന്ന് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുകയാണ്. നന്നായി കളിക്കാനാകുന്ന കാലത്തോളം ഇരുവരും ടീമിന്റെ ഭാഗമാകണമെന്ന് ഗംഭീർ അഭിപ്രായപ്പെട്ടിരുന്നു. വിരമിക്കൽ വ്യക്തിഗത തീരുമാനമാണെന്നും പരിശീലകനോ സെലക്ടർമാർക്കോ BCCIക്കോ അക്കാര്യങ്ങളിൽ നിർദ്ദേശങ്ങളൊന്നും നൽകാനാവില്ലെന്നും ഗംഭീർ വ്യക്തമാക്കി. നന്നായി കളിക്കുന്ന താരത്തെ വയസ്സ് കൂടിയതിന്റെ പേരിൽ ആരും തടയില്ലെന്നും ഗംഭീർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2027 ഡിസംബർ വരെയാണ് ഇന്ത്യൻ മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന്റെ കാലാവധി. 2026 T20 ലോകകപ്പിലും 2027 ഏകദിന ലോകകപ്പിലും 2025-27 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലും ഗംഭീറിനാണ് ചുമതല. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയോടെ ജൂണിൽ ഇന്ത്യ പുതിയ WTC സൈക്കിൾ ആരംഭിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിലെ കിരീടം വെക്കാത്ത രാജാവാണ് നിലവിൽ വിരാട് കോഹ്ലി. നിരവധി നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യൻ ടീമിന് രക്ഷകനായ കോഹ്ലി ഇപ്പോഴും മികച്ച ഫോമിൽ മുന്നേറുകയാണ്. IPL 2025 സീസൺ തുടങ്ങിയത് മുതൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഓരോ മത്സരങ്ങൾ നടക്കുമ്പോഴും കോഹ്ലി ഒരു റെക്കോർഡ് എത്തിപ്പിടിച്ചിരിക്കും എന്ന നിലയിലാണ് ഫോം തുടരുന്നത്. 2025 ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീമിലെ അവിഭാജ്യ ഘടകമായിരുന്നു കോഹ്ലി. 2008 ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം കോഹ്ലി 2011 ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി, 2024 T20 ലോകകപ്പ്, 2025 ചാമ്പ്യൻസ് ട്രോഫി എന്നിവ നേടിയിട്ടുണ്ട്. അടുത്തിടെ ഒരു പുത്തൻ റെക്കോർഡും നേടിയിരുന്നു. T20 ഫോർമാറ്റിൽ ഒരു ടീമിനായി 300 സിക്സറുകൾ നേടുന്ന ലോകത്തിലെ ആദ്യ താരമായി വിരാട് കോഹ്ലി മാറുകയായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരത്തിൽ പവർ പ്ലേയിൽ മാത്രം 3 സിക്സറുകളാണ് കോഹ്ലി നേടിയത്. ഇതോടെ 300 സിക്സറുകൾ തികയ്ക്കാൻ കോഹ്ലിക്ക് സാധിച്ചു. IPLൽ ഏറ്റവും കൂടുതൽ 50+ സ്കോറുകൾ നേടിയ കളിക്കാരനെന്ന റെക്കോർഡും സമീപകാലത്ത് കോഹ്ലി സ്വന്തം പേരിൽ എഴുതി ചേർത്തിരുന്നു. പഞ്ചാബ് കിങ്സിനെതിരെ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം നേടിയ കളിയിലാണ് കോഹ്ലിയുടെ റെക്കോർഡ് പ്രകടനം നടന്നത്. IPL 2025 ഇപ്പോൾ രോഹിത് ശർമ്മയും മികച്ച ഫോമിലാണ്. സീസണിന്റെ തുടക്കത്തിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല രോഹിത് കാഴ്ചവെച്ചത്. ബാറ്റിംഗിൽ ടീമിന്റെ പ്രധാനിയായ രോഹിത് ശർമ്മ പൊതുവെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. പരിക്കിന്റെ ചെറിയ അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടാണ് രോഹിത് ശർമ്മയെ ഇമ്പാക്ട് പ്ലെയറായി മുംബൈ ഇന്ത്യൻസ് കളിപ്പിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി മുതൽ രോഹിത്തിന് അസ്വസ്ഥതയുണ്ട്. രോഹിത്തിന്റെ പരിക്കിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല.